എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന സ്നേഹസംഗമത്തിന്റെ 134ാമത് സ്നേഹസംഗമവും കുര്യാക്കോസ് ഏലിയാസച്ചന്റെ തിരുനാൾ ആഘോഷവും നടക്കുകയാണ്. ഇന്നിവിടെ ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും വിശിഷ്ട അതിഥികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 134ാമത് സ്നേഹസംഗമവും 2024ന്റെ ആദ്യത്തെ സ്നേഹസംഗമവുമാണ്. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവത്സരവും ദിനവും കൂടെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഈ വർഷത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി നമുക്ക് ഇന്നത്തെ സ്നേഹസംഗമത്തിലെ പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായിട്ട് ശ്രീ ജെയ്സൺ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മനസ്സിന്റെ താബോർ മലയിൽ ഞാൻ ഇന്ന് പണിതുയർത്താമൊരു കൂടാരം. മനസ്സിന്റെ താബോർ മലയിൽ ഞാൻ ഇന്ന് പണിതുയർത്താമൊരു കൂടാരം. നിനക്കും എനിക്കും ഒരുമിച്ചു വാഴാൻ സുന്ദരമാമൊരു കൂടാരം. മനസ്സിന്റെ താബോർ മലയിൽ ഞാൻ ഇന്ന് പണിതുയർത്താമൊരു കൂടാരം. തകിലും ചന്ദനമരവും അഴകിൽ കൊത്തിയ പീഠം. തകിലും ചന്ദനമരവും അഴകിൽ കൊത്തിയ പീഠം. അരികിൽ പൊന്നിൻ തൊങ്ങലുകൾ അതിലമരാൻ നീ വന്നാലും. അരികിൽ പൊന്നിൻ തൊങ്ങലുകൾ അതിലമരാൻ നീ വന്നാലും. മനസ്സിന്റെ താബോർ മലയിൽ ഞാൻ ഇന്ന് പണിതുയർത്താമൊരു കൂടാരം. നിനക്കും എനിക്കും ഒരുമിച്ചു വാഴാൻ സുന്ദരമാമൊരു കൂടാരം. ഇവിടെ ഇരിപ്പതു നല്ലു സമ്മതമെങ്കിൽ നാഥ. ഇവിടെ ഇരിപ്പതു നല്ലു സമ്മതമെങ്കിൽ നാഥ. ദാസൻ ഞാനീ കൂടാരം ആവാസഗേഹമായി മാറ്റാം. ദാസൻ ഞാനീ കൂടാരം ആവാസഗേഹമായി മാറ്റാം. മനസ്സിന്റെ താബോർ മലയിൽ ഞാൻ ഇന്ന് പണിതുയർത്താമൊരു കൂടാരം. നിനക്കും എനിക്കും ഒരുമിച്ചു വാഴാൻ സുന്ദരമാമൊരു കൂടാരം. സുന്ദരമാമൊരു കൂടാരം. സുന്ദരമാമൊരു കൂടാരം. ഇനി സ്വാഗതം ആശംസിക്കാനായി ശ്രീമതി ഗീത അനിലിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന സ്നേഹസംഗമം പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. 134ാമത് സ്നേഹസംഗമമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ആദ്യമായി അധ്യക്ഷനായി എത്തിയിരിക്കുന്ന ശ്രീ ഷിബിൻ ഹാരി അവർകളെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഫാദർ ഡോക്ടർ ജോയ് വട്ടോലി CMIയെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ ഡോക്ടർ ആൻഡോ ജിമ്മി, ദന്ത ഡോക്ടർ BDS, അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ഈ ചടങ്ങിൽ ആശംസ പറയാനായി എത്തിയിരിക്കുന്ന ശ്രീ മില്ലുകാരൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഭംഗിയായി അവതരണം നടത്താൻ എത്തിയിരിക്കുന്ന കുമാരി സിമിൽ സെബാസ്റ്റ്യനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പ്രാർത്ഥനാഗാനം ആലപിക്കാനെത്തിയിരിക്കുന്ന ശ്രീ ജെയ്സൺ കൊരട്ടി അവർകളെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ ലിജോ ജോസ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ശ്രീ ശശി പുതുരുത്തിയെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇനി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി ശ്രീ ലിജോ ജോസ് കുന്നത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, 30/12/2021 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശനങ്ങളിപ്പ് ഡയറക്ടർ സോളമൻ കടമ്പാട്ടോറമ്പ് CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 131 സ്നേഹത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാർ ലീന MJ നാട്ടിക. പ്രധാന ആലോചിച്ചത് ശ്രീമതി റഹീന പാവറട്ടി. സ്വാഗതം പറഞ്ഞത് ശ്രീ ജെയ്സൺ കൊരട്ടി. ഗ്രൂപ്പിലെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. തുടർന്ന് അധ്യക്ഷ പ്രസംഗം ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. CB അച്ഛ, ചാണ്ടി സാറെ, റോമിൻ സാറെ, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2021 ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വർഷമായിരുന്നു. സിനി വഴി ജർമ്മനിയിൽ പോകാൻ സാധിച്ചു. 2024 സ്നേഹത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വ്യക്തികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. തുടർന്ന് ഇരിങ്ങാലിക്കുടയിൽ ഇന്ന് ഓർക്കസ്ട്ര ഉണ്ട്. 2021 കിട്ടിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കാം. എല്ലാവർക്കും പുതുവത്സരാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് കോതമംഗലം യാക്കോബായ പള്ളിയിലെ ഫാദർ CB ഇടിക്കുളവൻ അച്ഛൻ ആയിരുന്നു. ദൈവത്തിനാമത്തെ മഹത്വം. സ്നേഹം നിറഞ്ഞ സോളമനച്ച പിയൂസ് ആണ് എന്നെ വിളിച്ചത്. സോളമനച്ചനെ പറ്റി പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. ഈ സൊസൈറ്റി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് സന്തോഷം. ഈ സംഘം മതപരമാണ്, വളരെയധികം പേർക്ക് ഉപകാരപ്രദമാണ്. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് നിൽക്കാൻ സാധിക്കട്ടെ. ഈ സംഘടന ശക്തിയായി മുന്നോട്ട് പോകട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം. എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നതിനോടൊപ്പം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയെ എത്തിച്ചേർന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലം MLA ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ദർശനിയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ക്ലബിനെ നന്ദിയോടെ ഓർക്കുന്നു. നന്മ ചെയ്യാൻ ദർശനിക്ക് സാധിക്കട്ടെ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറയാൻ എത്തിച്ചേർന്നത് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ഓടുന്ന റോബിൻ ബസിന്റെ മുതലാളി റോബിൻ ഗിരീഷ് സാർ ആണ്. മാധ്യമങ്ങളിൽ ശക്തിയുക്തം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ കേൾക്കാനും കാണാൻ കത്തു നിൽക്കുന്നതിന് വളരെ സന്തോഷം. എനിക്ക് സിമ്പതി വേണ്ട, മനക്കരുത്ത് വേണം. എന്നാൽ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാം. ഒരിക്കലും പതറരുത്. അച്ഛനോടും സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രതി ബാലൻ, റഷീദ് കാസർഗോഡ്, ബീന ചാക്കോ, മേരി അഗ്നസ്, സുബിൻ എന്നിവർ ഗാനം ആലപിച്ചു. അവസാനം നന്ദി പറഞ്ഞത് നമ്മുടെ PRO ആയ PS കോട്ടപ്പുറം ആയിരുന്നു. ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരം സമർപ്പിക്കുന്നു. ലിജോ, കോഴിക്കോട്. ഇനി അധ്യക്ഷ പദവി അലങ്കരിക്കാനായി ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മള് 3-ാം തീയതി നമ്മുടെ വിശുദ്ധ ചാവറാച്ചന്റെ തിരുനാളൊക്കെ ആയിരുന്നു. അപ്പൊ അതും കൂടിയാണ് നമ്മളിന്ന് കൊണ്ടാടുന്നത്. നമ്മളോട് കൂടെ ഇന്നായിരിക്കുന്ന ഉദ്ഘാടകൻ കൂടി ആയിരിക്കുന്ന നമ്മുടെ CMI അച്ഛനായ ജോയ് വട്ടോലി അച്ഛൻ ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം അധ്യാപകനാണ് അച്ഛൻ ജോയ് അച്ഛ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ സോളമനച്ച, ഇന്നിവിടെ അതിഥികളായി എത്തിയിരിക്കുന്ന ആൻജോ ജിമ്മി ഡോക്ടർ, അതുപോലെ യൂട്യൂബർ മില്ലുകാരൻ സർ, നമ്മുടെ ജോസേട്ട, ലില്ലി ചേച്ചി, പീസേട്ട, അങ്ങനെ നമ്മുടെ എല്ലാ
എല്ലാമായ സഹോദരി സഹോദരന്മാരെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ എല്ലാവരെയും ചാവറച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പാറ്റേൺ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദർശന ക്ലബിന്റെ പാറ്റേൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. കാരണം ചാവറച്ചന്റെ ഒരു വിഷനാണ്. വിഷൻ എന്ന് പറഞ്ഞാൽ ചാവറച്ചന്റെ ഒരു ഇത് തന്നെയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ഒരു ദിനവും നിങ്ങൾ കടന്നു പോകരുത് എന്ന് തന്നെയാണ് ചാവറച്ചൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അച്ഛനൊക്കെയാണെങ്കിലും ആ പ്രാവർത്തികമാക്കാൻ നോക്കുന്നു. ഓരോ ദിവസം വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ പറയുകയാണ് ചാവറച്ചന്റെ ആ വിഷന്റെ ഒരു പ്രാവർത്തികമാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ സോളമൻ അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ആ ഒരു വിഷന്റെ എപ്പോഴും ഓരോ കാര്യങ്ങളായിട്ട് പോകണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ഒരു ദിനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ചാവറച്ചൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ ദിനവും അങ്ങനെ നന്മ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നതും സോളമൻ അച്ഛന്റെ കൂടെ പ്രവർത്തിക്കുന്നതും. അങ്ങനെ ദർശന ക്ലബിന്റെ ഒരു മുന്നോട്ടുള്ള പ്രവർത്തനം തന്നെ അങ്ങനെയാണ്. ഭിന്നശേഷിക്കാർക്കായിട്ടും മറ്റുള്ളവർക്കായിട്ടും നന്മ ചെയ്ത് പോകട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ്. ഒരു ദിവസം പോലും നന്മ ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ള ആ പ്രാവർത്തികമാക്കിയ വാക്കുകളാണ് നമ്മൾ കടമെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാവറച്ചൻ തന്നെയാണ് നമ്മുടെ ഒരു പാറ്റേൺ ആയിട്ട് നിലകൊള്ളുന്നതും. പറയുകയാണെങ്കിൽ ചാവറച്ചൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചൻ എന്നാണ് ചാവറച്ചന്റെ മുഴുവൻ പേര്. ചാവറച്ചൻ പള്ളിയിൽ വെച്ച് വൈദിക പട്ടം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം അഭിനയിച്ചു. എല്ലാ പള്ളിയോട് ആരംഭിക്കണമെന്ന വ്യാപകമാക്കിയ കുരിന്റെ വഴി മാല, ദിവ്യകാരുണ്യ ഭക്തി, 4 മണി ആരാധന തുടങ്ങിയ പ്രാർത്ഥനാ രീതികൾക്ക് സഭ തുടക്കം കുറിച്ച് ചാവറച്ചന്റെ ഒരിക്കലും അവസാനിക്കില്ല ചെയ്തിരിക്കുന്ന വളരെയേറെ പുണ്യപ്രവൃത്തികളും ഒക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്നു. കൂടുതലായിട്ട് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് വന്ന ജോയി അച്ഛൻ ചാവറച്ചനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അച്ഛന്റെ പട്ടം കിട്ടി 18ാമത്തെ വർഷമാണ് ഇപ്പോ. ഈ 2-ാം തീയതി ആയിരുന്നു അച്ഛന് പട്ടം കിട്ടിയ ദിവസം, ഈ ജനുവരി 2-ാം തീയതി. അതിന്റെ ഒരു ആഘോഷവും കൂടെ, മീൻസ് അതിന്റെ ഒരു സന്തോഷം നമ്മൾ എന്തായാലും ഈ ഗ്രൂപ്പിൽ നമ്മൾ കൊണ്ടാടേണ്ടതുണ്ട്. അപ്പൊ 18ാമത്തെ വർഷം കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷത്തോടെ നമുക്ക് അതിന് എല്ലാ ആശംസകളും അച്ഛൻ അർപ്പിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ അച്ഛൻ്റെ ഈ പോരാട്ടം നന്മ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇനിയും കൂടുതൽ ശക്തിയോടെ ചെയ്യാനും നമ്മളെല്ലാം അച്ഛനോട് കൂടെ നല്ലവണ്ണം സാധിക്കട്ടെ എന്ന് നമുക്ക് സർവ്വശനോട് പ്രാർത്ഥിക്കുകയും കൂട്ടായിരിക്കുകയും ചെയ്യാം. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. നമസ്കാരം. നന്ദി. ഇനി അടുത്തത് നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് റെവറൻ ഫാദർ ഡോക്ടർ ജോയ് വട്ടോലി CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ ജോയ് വട്ടോലി അച്ഛൻ. അപ്പൊ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ കേൾക്കായിരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കൂട്ടായ്മയെ കുറിച്ചിട്ട് കേൾക്കാനും അറിയാനും. സോളമൻ അച്ഛൻ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, നന്നായിട്ട് അറിയാം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഇതിന്റെ ആരംഭത്തില് ഒക്കെ ആയിട്ട് പലപ്പോഴും അച്ഛനായിട്ട് നന്നായിട്ട് സഹകരിച്ചും ചെണ്ടമേളങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ സഹകരിച്ചും അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്ത് തന്നെയായാലും എല്ലാ നല്ല മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഇപ്പൊ ഇതില് 43 മെമ്പേഴ്സിനാണ് ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തായിട്ട് കാണിക്കണേ. എന്തായാലും ദർശന ഈ ഗ്രൂപ്പിൽ പെട്ടവരുടെ വീട് ഞാനും ഏതോ കാരണങ്ങൾ കൊണ്ടൊക്കെ ഞാനും സന്ദർശിക്കാനും അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ സന്തോഷം ആ മെമ്പേഴ്സിൽ നിന്നും കേൾക്കാനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിലെ പ്രവർത്തനങ്ങള് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഞാൻ ഉദ്ഘാടനത്തിലേക്ക് കടക്കല്ലേ, അങ്ങനെയല്ലേ ഇനി? അപ്പം നേരത്തെ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു ചാവറ പിതാവിനെ കുറിച്ചിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിന്റെ ജീവിതത്തിന്റെ ദിവസങ്ങളിൽ എണ്ണപ്പെടുകയില്ല. ചാവറ പിതാവ് വലിയൊരു ആധ്യാത്മിക
നേതൃത്വ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇനി സാമൂഹ്യ നവോത്ഥാന നായകരില് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. 1880കളിലൊക്കെയാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ അവരൊക്കെ വരണമെങ്കിൽ അപ്പോഴേക്കും ചാവറപ്പിരാവിന് ഏകദേശം 50 വയസ്സ് പ്രായമുണ്ട്. അപ്പം അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ രംഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നേതൃത്വം ആ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആതുരാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് ആള് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിലത്തെ വിദ്യാഭ്യാസ സമ്പന്നതയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് വികസിത രാജ്യങ്ങളോട് തുല്യം നിൽക്കാവുന്ന തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ കാണുന്നത്. അപ്പൊ അതില് നമ്മള് അച്ചടിശാല തുടങ്ങുന്നതിന്റെ ഒരു ആവശ്യകത നമുക്കറിയാം. അന്ന് ചാവറപ്പിതാവിന്റെ കാലത്ത് കേരളത്തില് 2 പ്രസ്സാണുള്ളത്, കോട്ടയത്തും തിരുവനന്തപുരത്തും. അപ്പം ഇന്ന് നമ്മളൊരു പ്രസ് സന്ദർശിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വലിയ അതിശയമൊന്നും ഉണ്ടാവില്ല. പോയി കാണാൻ പറ്റും, നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നമുക്കൊന്ന് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ എത്ര നേരവും അതിനകത്ത് കയറി. അപ്പൊ പക്ഷെ അത്രയും സാഹചര്യം ഇല്ലാത്ത കാലത്ത് ഈ ചാവറപ്പിതാവ് കോട്ടയത്ത് പ്രസ്സിലേക്ക് അനുവാദം ചോദിച്ചു വന്നപ്പോൾ അത് നിഷേധിക്കപ്പെട്ടു. എന്നിട്ട് ആള് തിരുവനന്തപുരത്തേക്ക് പോയി. നമുക്കറിയാം ഇന്ന് നമ്മള് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ എടുക്കുന്ന സമയം നമുക്ക് ഇന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതൊരു 1800കളിൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടങ്ങൾ അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ എത്ര സമയം, എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ യാത്രക്ക്. ആ യാത്ര ആളതെടുത്ത് ഒരു പ്രാവശ്യമാണ് കാണാൻ പറ്റുന്നത്. അത് വാഴപ്പിണ്ടിയിൽ രൂപപ്പെടുത്തിക്കൊണ്ട് പിന്നെ പ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശാരിയുടെ സഹായത്തോടു കൂടെ അങ്ങനെയാണ് ആളുടെ ഒരു നേതൃത്വം. പിന്നത്തെ ആളുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അന്ന് വേദഭാഷയായ സംസ്കൃതം പഠിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കില്ല. തന്നെയുമല്ല താഴെ തട്ടിലുള്ളവരെ സ്കൂളിൽ പോകുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇനി അവർക്ക് വീടുകളില് അന്നത്തെ എണ്ണം ഒരു കുടുംബത്തില് 5-6 അങ്ങനെ അതിനേക്കാൾ കൂടുതലൊക്കെ. അപ്പൊ ഓരോ മക്കളുടെയും മൂത്ത കുട്ടിയുടെ ഉത്തരവാദിത്വം താഴെയുള്ള കുട്ടിയെ കളിപ്പിക്കുക, കൊണ്ടു നടക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോ സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടായി. തന്നെയുമല്ല ഭക്ഷണ കാര്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ താഴെ തട്ടിലുള്ളവർക്ക് അധ്വാനിക്കണം, അപ്പനും അമ്മയും ജോലിക്ക് പോകണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ സ്കൂളിലേക്ക് വരുമ്പോ വരാനായിട്ട് തടസ്സമായി നിന്നൊരു കാര്യമാണ് ഭക്ഷണം ഇല്ല എന്നുള്ളത്. അപ്പൊ ആ കാലത്ത് തന്നെ ഉച്ചഭക്ഷണം തുടങ്ങി. അപ്പൊ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ ഇനി വേദഭാഷയായ സംസ്കൃത ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുടങ്ങി, സാംസ്കൃത് വിദ്യാഭ്യാസ സ്ഥാപനം ആള് തുടങ്ങി. മാന്നാനത്ത് പോയ അതിന്റെ മോഡൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ താഴെ തട്ടിലുള്ളവരെയും സമ്പന്നരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഒരു ഇനിഷ്യേറ്റീവ്. അത് വേദഭാഷ. അപ്പൊ അത് മനുഷ്യരൊക്കെ ഒരു എന്താണ് പറയാ തുല്യരാണ്. താഴെ തട്ടിലുള്ളവരോ സമ്പന്നരാവട്ടെ അവരൊക്കെ തുല്യതയോട് കൂടി ഇരുന്ന് പഠിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടെ നവോത്ഥാന കാര്യങ്ങളിലേക്ക് വരുമ്പോ പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ നോക്കി ആസ്വദിക്കേണ്ട വസ്തുവായിട്ട് പരിഗണിച്ചിരുന്ന കാലത്ത്, മാറുമറയ്ക്കാത്ത കാലഘട്ടങ്ങളിലാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കടന്നു പോയപ്പോൾ അതിനെതിരെ നിന്ന. അപ്പൊ അത് കൂനമ്മാവ് പ്രദേശത്തേക്ക് പോയ കുറച്ചു കാലം മുമ്പ് കൊന്ത കെട്ടൊരു വ്യവസായം പോലെ കുടിൽ വ്യവസായമായി നടത്തപ്പെട്ടു. അപ്പൊ അത് ഒരു സംവിധാനം തുടങ്ങി. ഒപ്പം തന്നെ സന്യാസ സഭകൾക്ക്, സ്ത്രീകളുടെ സന്യാസ സഭകൾക്ക് നേതൃത്വം കൊടുത്തു. CMC സന്യാസ സഭ അങ്ങനെയാ തുടക്കം കുറിക്കുന്നത് വിശുദ്ധ ചാവറപ്പിതാവ്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തോട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കണമെങ്കിൽ, തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ നോക്കണമെങ്കിൽ വിമല കോളേജ്, സെന്റ് മേരീസ് കോളേജ്, കാർമൽ കോളേജുകളുടെ തന്നെ നോക്കണമെങ്കിൽ സ്ത്രീ ഭരണം നടത്തുന്ന, സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന കോളേജുകളാണ്. ഇനി സ്കൂളുകൾ നോക്കണമെങ്കിൽ സെന്റ് മേരീസ് സ്കൂള്, സൊക്കറോസോ സ്കൂള്, സ്നേഹഗിരി സ്കൂള്, സെന്റ് പോൾസ് സ്കൂള്,
ഇങ്ങനെ തുടങ്ങി നിരവധി. കൊല്ലൂർ സെന്റ് റാഫേൽ സ്കൂള്, ഞാൻ തൃശ്ശൂരിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോ തന്നെ ഹോസ്പിറ്റലുകൾ നോക്കുകയാണെങ്കിൽ വിൻസെന്റ് പോൾ ഹോസ്പിറ്റല്, പിന്നെ അങ്ങനെ സ്ത്രീ നേതൃത്വത്തിൽ അതൊരു സിസ്റ്റർ ആകട്ടെ ആരും ആകട്ടെ നേതൃത്വത്തിലാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് വളരെ ശക്തമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്നിപ്പോ ഈ പ്രാവശ്യത്തെ പിന്നെന്താണ് നമ്മുടെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ വനിതാ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള റിപ്പബ്ലിക് ഡേ ആവണം ഇന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ എത്രയോ വർഷം മുമ്പ് സ്ത്രീ നേതൃത്വത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു. അപ്പൊ സമൂഹത്തിന്റെ ആവശ്യങ്ങളോട് വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവും കൂടിയായിട്ടുള്ള ആണ്. അപ്പൊ അത് മതാന്തരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യൻ. അപ്പൊ എനിക്ക് സോളമനച്ചനെ കുറിച്ചിട്ട് നിങ്ങൾ 18 വർഷം വൈദിക പട്ടം സ്വീകരിച്ചിട്ട് എന്ന് പറയുമ്പോ ആള് ഏത് ക്യാരിസം, ഏത് തത്വചിന്തയാണ് ആളെ നയിക്കണേന്ന് നോക്കുമ്പോ ഈ സാധനമാണ് രക്തത്തിൽ മുഴുവൻ. അപ്പൊ ചാവറപ്പിതാവ് പറയുന്നൊരു വചനമുണ്ട്, ഈ ദൈവത്തിന്റെ തിരുവിഷ്ടം നടക്കും, അത് നടത്തും. അതൊരു ഭയങ്കരമായ ഒരു നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് അത് വരുന്നത്. ചാവറപ്പിതാവിന് അന്നത്തെ പിതാക്കന്മാര് പറഞ്ഞു വിടുന്നത് കണ്ണിൽ കാട്ടപ്പെട്ട നന്മകളൊക്കെ ചെയ്യുക, കണ്ണിൽ കാട്ടപ്പെട്ട നന്മകളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് അക്ഷരം പ്രതി അനുസരിക്കുക. അപ്പൊ അതുപോലെ തന്നെ ചാവറപ്പിതാവിന്റെ പിന്നെ നന്മ ചെയ്യുവാനായിട്ടുള്ള ആവേശത്തെ അക്ഷരാർത്ഥത്തിൽ നമുക്കിതിന് നേതൃത്വം കൊടുക്കുന്ന സോളമനച്ചനും ഇതിനോട് സഹകരിക്കുന്നവരൊക്കെ. അപ്പം ഏത് ആവശ്യങ്ങളുണ്ടോ അതൊക്കെ വളരെ ശക്തമായിട്ട് ചെയ്യുക എന്നുള്ളത്, അതിന് തടസ്സങ്ങൾ ഒരു പ്രശ്നമല്ല. വിശുദ്ധ ചാവറപ്പിതാവ് നോക്കുമ്പോൾ തടസ്സങ്ങള് അത് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഒരു തടസ്സമല്ല. ഇതേവരേക്കും കേരള സമൂഹത്തിൽ സ്ത്രീ പ്രാധാന്യത്തോടുകൂടെ നടക്കുന്ന സംവിധാനങ്ങൾ മുമ്പൊന്നും ഒരു മോഡലായിട്ട് ഇല്ല എന്നുള്ളത് തടസ്സമല്ല. നമ്മുടെ ഈ ദർശനയുടെ ഇതിൽ വരുമ്പോഴേക്കും ബാസ്കറ്റ് ബോൾ കളിക്കാൻ വൈകല്യങ്ങൾ തടസ്സമല്ല, ചെണ്ട കൊട്ട് നടത്താൻ വൈകല്യങ്ങൾ ഒരു തടസ്സമല്ല, കളിക്കാൻ വീൽ ചെയറിലൂടെ കളിക്കാൻ ഏത് കളിയോ അതിനൊന്നും വൈകല്യങ്ങൾ ഒരു തടസ്സമല്ല. ഒരു ഉറച്ച മനസ്സിന്റെ പിന്നെ ഒരു പകർച്ച ഇതിലൂടെ നടത്തപ്പെടുന്നുണ്ട്. ഇതിലിപ്പോ 43 പേർക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കും അതിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഈ ദർശന ക്ലബിലൂടെ നൽകാൻ പറ്റുന്ന ഊർജം, മനസ്സിന്റെ ധൈര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സോളമനച്ചനും ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ ഈ അവസരത്തില് എനിക്ക് വളരെയധികം പരിചയമുള്ള ഷൈനിയെ ഞാൻ ഓർക്കാണ്. ഷൈനി ഗ്രൂപ്പിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഷൈനിയുടെ വീട് സ്നേഹഗിരിയിലാണ്, മാള അടുത്തുള്ള സ്നേഹഗിരിയില്. ഈ ഗ്രൂപ്പിലുണ്ടോ ഷൈനി? ഷൈനി കാലില്ലാത്ത ആളാണ്. പിന്നെ ആള് മുച്ചക്രവാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആളുടെ ഹസ്ബൻഡിന് ഒരു കൈ ഇല്ല, 2 കണ്ണിനും കാഴ്ചയില്ല. പിന്നെ മകനുണ്ട്. കഴിഞ്ഞ 28-ാം തീയതി ആയിരുന്നു പ്രഥമ ദിവികാരുണ്യ സ്വീകരണം. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ല. ഷൈനിയുടെ ഫാദർ ഇൻ ലോ ജീവിച്ചിരിപ്പുണ്ട്, 2 കണ്ണിനും കാഴ്ചയില്ല. ഞാൻ 2000 മുതൽ ഇവരെ അറിയും, ഈ ഫാമിലി അറിയും. അപ്പൊ അന്ന് തുടങ്ങി ഞാൻ കാണുന്നുണ്ട് ഇവരുടെ ജോസേട്ടനെ, കണ്ണില്ലാത്ത ജോസേട്ടനെ ആളുടെ ഭാര്യ പള്ളിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരും. ആള് അളഗപ്പ തുണിമില്ലില് ജോലിക്കാരനായിരുന്നു. അപ്പൊ ആ ജോസേട്ടനും കണ്ണില്ല. ഇനി ആ ജോസേട്ടന്റെ ഭാര്യ കഴിഞ്ഞ വർഷം, 1 വർഷം ആയിട്ടില്ല എന്ന് തോന്നുന്നു, മരണപ്പെട്ടു പോയിട്ട്. ആള് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഇതാണ് ഒരു കുടുംബം. അപ്പൊ ഈ ഷൈനി എന്നിട്ട് ചെയ്യുന്നത്
ലോട്ടറി കച്ചവടം നടത്താണ്. കാലില്ലാത്ത ഈ ഷൈനി അന്ധരായിട്ടുള്ള ജീവിത പങ്കാളിയും മക്കൾക്കൊക്കെ വേണ്ടി പിന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അധ്വാനിച്ച് ആരുടെ മുമ്പിലും സധൈര്യം നിൽക്കുന്ന ഷൈനിനെ അത് ഞാൻ പലയിടത്തും മോഡലായിട്ട് കാണുകയാണ്. പലരും ആളെ ആദരിക്കുന്നു. അപ്പൊ ഒരു അതിജീവനത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെ വളരെ ശക്തമായ മാതൃകകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും മിക്കവാറും ദിവസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് വലിയൊരു മാതൃക തന്നെയുമല്ല, ഇങ്ങനെ പരസ്പരം സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ. ഇപ്പൊ തൃശ്ശൂരുള്ള ഒരു സഹോദരി എനിക്ക് പരിചയമുണ്ട്. MA പഠിക്കുന്ന കാലത്ത് വയ്യാതായതാണ്. ഒരു കോളേജ് അധ്യാപികയുടെ മകളാണ്. അപ്പൊ ആളും ജോൺ മത്തായി സെന്ററിൽ പഠിച്ചിരുന്ന ആള്. അപ്പൊ ആള് ഈ അടുത്ത കാലത്ത് ആളും വളരെയധികം ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് നൽകാൻ പറ്റുന്ന വലിയൊരു സേവനമാണിത്. അപ്പം ഞാൻ ഈ ഉദ്ഘാടന കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ഒരു ഉൾദർശനം നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തിന്റെ കാര്യമാണ്. അപ്പൊ ഒരിക്കൽ കൂടെ അത് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നേതൃത്വ രംഗത്തിരിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഇതിലൂടെ ഊർജം സ്വീകരിക്കുന്നവർക്കും ഒക്കെ കൂടുതൽ നന്മകള് ഈ പുതുവർഷത്തിൽ 2024 ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു സംഘടനയാണ് ദർശന സൊസൈറ്റി എന്നുള്ളത്. അപ്പൊ അമലയിൽ വെച്ചും ഒക്കെ ആയിട്ട് നേരിട്ടും അല്ലാതെയും ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധിച്ചുള്ള സന്തോഷവും അറിയിക്കുന്നു. ഞാനും ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, കൂടെയുണ്ട് താനും. അപ്പൊ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ മാസത്തെ ഉദ്ഘാടനങ്ങൾ എളിമയോടുകൂടി നിർവഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തത് മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ഡോക്ടർ ആൻജോ ജിമ്മി BDS സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോട്ടപ്പള്ളിയിലെ ആൻജോ ഡെന്റൽ ക്ലിനിക് സാറിന്റെ ഉടമസ്ഥതയിലാണ്. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ദർശന ക്ലബ് സൊസൈറ്റിയിലേക്ക് വളരെ ആകർഷകമായിട്ടാണ് ഞാൻ അത്താണിയിൽ പോയപ്പോ അവിടെ ദില്ലിന്ന് സ്റ്റേറ്റ് തന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഇതിലേക്ക് മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഇതിന്റെ എല്ലാ സംഘാടകരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇതിന്റെ പ്രസിഡന്റായ റെവറൻഡ് ഫാദർ സോളമൻ കടമാട്ടുതറച്ചിനെയും അതുപോലെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുള്ള ഫാദർ ഡോക്ടർ ജോയ് വട്ടോലേസിനും മറ്റ് വിശിഷ്ട അതിഥികളെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാനിവിടെ അത്താണിയില് ഒരു ചെറിയൊരു ക്ലിനിക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ വയ്യാത്ത ആൾക്കാർക്ക് അവിടുത്തെ ആൾക്കാർക്കും അവിടുത്തെ സിസ്റ്റേഴ്സിനും നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റും അവിടെ ചെയ്യുന്നുണ്ട്. അതായത് കനാല്, പല്ല് വെക്കല് എല്ലാം നമ്മള് സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഈശോയാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം തന്നത്. അവിടെയും വളരെ ആകർഷകമായിട്ട് ഒരു പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഒരു സഹായം ചോദിച്ചു. അങ്ങനെ ദൈവം നമ്മുടെ ഓരോ ബാഗിലേക്ക് കടത്തി വിടുന്നതാണ്. അങ്ങനെ തന്നെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇരുനാലക്കൂടെ അടുത്താണ്. അപ്പൊ നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ക്ലിനിക്കിലേക്ക് വരാൻ പറ്റുന്ന എന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ക്ലിനിക്ക്. റാമ്പ് വഴി കയറാം. അപ്പൊ വേണമെങ്കിൽ ക്ലിനിക്കിലായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ചെയ്യുന്ന സേവനങ്ങള് നിങ്ങൾ ആരോടും പ്രസിദ്ധപ്പെടുത്തരുത്. അതാണ് എനിക്ക് ആരോടുള്ള ഒരു അപേക്ഷ. എന്റെ പേരോ എന്റെ ക്ലിനിക്കോ എവിടെയും നിങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. മാത്രമേ എനിക്കൊരു ഇതുള്ളൂ. കാരണം ഞാൻ തണി പോകുന്നത് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയൂ. അപ്പോ അത് മാത്രമേ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. ബാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ 40 പേരോ 41 പേരോ ഇതില് വന്നിട്ട് തോന്നുന്നില്ലേ? 50 പേരുണ്ട്. ഓക്കെ. അപ്പൊ അവരോട് എന്റെ സ്നേഹാന്വേഷണത്തെ അറിയിക്കുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ ചെയ്യാം.
ഞാൻ ഇവിടെ ഞങ്ങളുടെ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വയനാടാണ്. അപ്പൊ ഇന്നൊരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കാര്യം കൂടി എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്രിസ്മസ് മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കല്ലേ. അപ്പൊ അതിലെ ഈ അച്ഛൻ ജോയിച്ചൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് പ്രൈസും തുടങ്ങാം. തേർഡ് പ്രൈസിന് ബിന്നി ആന്റണിയാണ് കിട്ടിയത്. അപ്പൊ എല്ലാവിധ ആശംസകളും ബിന്നി ആന്റണി. സെക്കൻഡ് ഡയാന ജോർജ്. ആൾക്കും ആശംസ നേരുന്നു. ഫസ്റ്റ് പ്രൈസ് വന്നേക്കുന്നത് ഫ്രാൻസിസ് കെ. ആൾക്കും ഹൃദയം തന്നെ ആശംസ. ഫ്രാൻസിസ് കെ. ആശംസ പറയാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ മില്ലുകാരൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ ആണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ അവിചാരിയമായിട്ടാണ് ഇന്ന് കോള് വന്നത്. ഇങ്ങനൊരു ഗ്രൂപ്പിനെ പറ്റി, എന്തായാലും ചാരിറ്റബിൾ സൊസൈറ്റി, അച്ഛനെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ ഇന്നാണ് ഞാൻ കാണുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും ശരിക്കും പറഞ്ഞ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ ആക്സിഡന്റ് താഴെ പോയിട്ട് അവിടുന്ന് ആണ് യൂട്യൂബർ ആകേണ്ടിയിട്ടായതല്ല, സാഹചര്യങ്ങളാണ് എന്നെ ഒരു യൂട്യൂബർ ആക്കി മാറ്റിയത്. അങ്ങനെ ഒരു വലിയ അങ്ങനെ ഒരുപാട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ പല ടെറൈനിൽ പല ആൾക്കാർക്ക് വേണ്ടി പല ഹെൽപ്പുകൾ അച്ഛനെ ഇപ്പൊ ഒരുപാട് പേർക്ക് വഴികാട്ടി കാണിച്ച പോലെ തന്നെ ഒരുപാട് പേരുടെ കൂടെ നിന്ന് ഒരുപാട് പേർക്ക് വേണ്ട പല കാര്യങ്ങളും എനിക്കും പഠിക്കാൻ പറ്റി. അതോടൊപ്പം അവർക്കും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ചാരിറ്റബിൾ ഒരു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എന്നെ വിളിച്ചതിൽ അവർക്ക് ഒരു പ്രത്യേക താങ്ക്സ് പറയാണ്. അപ്പോ ഹലോ, ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ എല്ലാവിധ വിശ്വസം ഞാൻ നേരുന്നു. താങ്ക്സ്. നന്ദി പറയാനായിട്ട് ശ്രീ ശശി ഉതുരുത്തിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 134ാമത്തെ സ്നേഹസംഘമാണ് ഇന്ന് നടക്കുന്നത്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചവറ അച്ഛന്റെ തിരുനാൾ ആഘോഷവും ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CM അച്ഛനെ ദർശന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച ഫാദർ ഡോക്ടർ ജോയ് ബട്ടോലി CMI അച്ഛനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിയ ഡോക്ടർ ആൻഡോ ജിമ്മി ഡെന്റൽ ഡോക്ടർ, അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. ആശംസ അറിയിക്കാനായി എത്തിയ ശ്രീ മില്ലുകാരൻ യൂട്യൂബർ, അദ്ദേഹത്തെയും ദർശന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി അവതരിപ്പിച്ച സിമിൽ സെബാസ്റ്റ്യൻ അവർകളെ സർവീസ് സൊസൈറ്റിയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ജെയ്സൺ കൊരട്ടി ചേട്ടനെ എന്റെ പേരിലും സർവീസ് സൊസൈറ്റി ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം ഗാനം ആലപിച്ച ഗീത അനിൽ ഈ സർവീസ് സൊസൈറ്റിയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി റിപ്പോർട്ട് വായിച്ച ലിജോ കോഴിക്കോടിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ ഷിബിൻ ഹാരി സാറിനെ എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നക്ഷത്ര മത്സരത്തിൽ സമ്മാനം ലഭിച്ച ബിന്ദു
ലീന നാട്ടിക, ജെയ്സൺ കൊരട്ടി എന്നിവരേക്കും എല്ലാവർക്കും എൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ക്ലബിലെ ജോസേട്ടന്റെ മകന്റെ കല്യാണം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലബിന്റെ എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവർക്കും നല്ല ഇത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.